റഹീം നിയമസഹായ വേദി അടക്കം നടത്തിയ വലിയ പോരാട്ടങ്ങൾ കേരളം ഒന്നാകെ തന്നെ അതിൻ്റെ ആ വാർത്ത വളരെ ആശ്വാസകരമായ ഒരു വാർത്തയ്ക്ക് കാത്തിരിക്കുകയുമായിരുന്നു. ഒരുപക്ഷെ ആ പോരാട്ടം കേരളം ഒന്നടങ്കം നടത്തിയ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. അത് വിജയം കണ്ടിരിക്കുന്നു. തീർച്ചയായും നമ്മൾ സൂചിപ്പിച്ചതുപോലെ റിയൽ കേരള സ്റ്റോറി എന്ന് അടയാളപ്പെടുത്തിയ ഒരു സംഭവമാണ് റഹീമിന്റെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. 34 കോടി സ്വരൂപിക്കുക എന്നത് റഹീമിന്റെ കുടുംബത്തെ സംബന്ധിച്ച് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ അതെങ്ങനെയും സ്വരൂപിക്കുക എന്നത് റഹീം നിയമസഹായ സമിതി ഒരു വലിയ ദൗത്യമായി ഏറ്റെടുത്തു. പിന്നീട് ഇതിനു വേണ്ടിയുള്ള സംഭാവനയുടെ സമാഹരണം ആരംഭിച്ചു. അഭൂതപൂർവമായ ഒരു കാര്യമായാണ് അല്ലെങ്കിൽ ഒരു വലിയ ദൗത്യമായാണ് കേരളം അല്ലെങ്കിൽ മലയാളികൾ, ലോകത്തെങ്ങുമുള്ള മലയാളികൾ ഇത് ഏറ്റെടുത്തത്. എല്ലാ വിഭാഗം ആളുകളും ഈ ഉദ്യമത്തോട് സഹകരിച്ചു. തന്നാൽ കഴിയുന്നത് 100 രൂപ മുതൽ 1000 അല്ലെങ്കിൽ 10,000 ലക്ഷങ്ങൾ കൊടുത്ത ആളുകൾ വരെ ഉണ്ട്. എല്ലാവരും ഒരു മനസ്സോടുകൂടി യഥാർത്ഥ കേരള സ്റ്റോറി എന്താണ്, കേരളത്തിന്റെ സാഹോദര്യം, സമത്വം, ഈ സമഭാവന, ഇതൊക്കെ തെളിയിച്ച ഒരു ദൗത്യമായി ഈ റഹീം നിയമസമിതി നേതൃത്വത്തിലുള്ള റഹീം മോചന ദൗത്യം മാറുകയായിരുന്നു. മാസങ്ങൾക്കുള്ളിൽ തന്നെ 34 കോടി രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞു. ഈ സ്വരൂപിച്ച തുക പിന്നീട് സൗദിയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് കൈമാറുകയും അനസ് അൽ ഷഹീറിന്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. ഇതോടെയാണ് മോചനത്തിലുള്ള അവസാനത്തെ വഴിയും തെളിഞ്ഞത്. ഏതായാലും ഇത് വളരെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതിനൊപ്പം തന്നെ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക്, കേരളത്തിലുള്ള മലയാളികൾക്ക്, പ്രവാസ ലോകത്തുള്ള മലയാളികൾക്കൊക്കെ അഭിമാനമായ തങ്ങളുടെ സഹോദരനെ രക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യത്തിൽ തങ്ങൾ പങ്കാളികളായി. ആ ദൗത്യം വിജയിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യമാണ് ഇപ്പോൾ ലോകമെങ്ങുമുള്ള മലയാളികൾക്കുള്ളത്. എത്തിച്ചു. ശരി, ജമാൽ കാട്ടിയതുപോലെ തന്നെ പ്രവാസി മലയാളികൾ, അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള മലയാളികൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 34 കോടി രൂപ ബ്ലഡ് മണി സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു മലയാളി മറ്റൊരു മലയാളിയെ കാണുക? മനുഷ്യസ്നേഹത്തിന് ഏറ്റവും മഹത്തരമായൊരു മാതൃക കൂടി ഇവിടെ തെളിഞ്ഞു വരികയാണ്. 34 കോടി രൂപ സമാഹരിച്ചുകൊണ്ട്, വളരെ വേഗം സമാഹരിച്ചുകൊണ്ട്, ആ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് മോചനം സാധ്യമാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അസാധ്യം. ലോകത്തിന് തന്നെ, മറ്റ് സംസ്ഥാനങ്ങൾക്കാകെ മാതൃകയാകുന്ന തരത്തിൽ ഇതാ മലയാളിയെ കണ്ടുപഠിക്കൂ എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഏതായാലും ആ കുടുംബത്തിൻ്റെ അടക്കം പ്രതികരണം കൂടി അറിയേണ്ടതുണ്ട്. വളരെ ആശ്വാസത്തിലായിരിക്കും കോഴിക്കോട്ടുള്ള അവരുടെ കുടുംബം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി മേഘ കൂടി ചേരും. ഏതായാലും ജമാല്, ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങളിൽ ഒന്ന്, നേരത്തെ തന്നെ വധശിക്ഷ റദ്ദാക്കിയതാണ്. നീണ്ട നാളത്തെ നിയമ പോരാട്ടം, പലപ്പോഴും കോടതി ചേരുന്നു, കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം, അപ്പോഴെല്ലാം ഒരു ആശങ്കയുടെ നിഴലിൽ പരന്നിരുന്നു. ഇവിടെ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. വളരെ കൃത്യമാണ്, വധശിക്ഷ നേരത്തെ തന്നെ റദ്ദാക്കി. അതിനുശേഷം കോടതിയുടെ വിധി, ബ്ലഡ് മണി അംഗീകരിക്കുന്നു, ആ കുടുംബം ആ പണം ഏറ്റുവാങ്ങുന്നു. 20 വർഷത്തെ തടവ് ശിക്ഷ. ആ 20 വർഷത്തെ തടവ് ശിക്ഷ എന്ന് പറയുന്നത് 2006 ഡിസംബർ മുതൽ 2026 ഡിസംബർ വരെ. അതുപ്രകാരം നേരത്തെ ജമാൽ ചൂണ്ടിക്കാട്ടിയതുപോലെയാണെങ്കിൽ അറബി മാസം വെച്ചാണ് ഈ കേസ് പരിഗണിക്കുന്നതെങ്കിൽ വളരെ നേരത്തെ തന്നെ 5-6 മാസത്തിനകം റഹീമിൻ്റെ മോചനം സാധ്യമാകും. എടുത്തു പറയേണ്ടി വരുന്നത് മലയാളിയുടെ മാതൃകയാക്കേണ്ട ആ മനസ്സ്, വിശാല മനസ്സിനെക്കുറിച്ചാണ്, സ്നേഹവും കരുതലുമുള്ള മനസ്സിനെക്കുറിച്ച് കൂടിയാണ്. പ്രവാസി മലയാളികൾക്കാകെ അഭിമാനിക്കാവുന്ന ഒരു വിജയം എന്ന് കൂടി പറയാൻ കഴിയുന്നുണ്ട്. ജമാൽ, സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ 2006 ഡിസംബർ 24-നാണ് റഹീം ജയിലിലാകുന്നത്. തുടർന്ന് ഏതാണ്ട് ഇപ്പോൾ 18 വർഷവും 6 മാസവും ആയിരിക്കുന്നു. ഏതായാലും മോചനം സാധ്യമായിരിക്കുന്നു. നേരത്തെ തന്നെ ഈ റഹീമിന്റെ മോചനത്തിനായുള്ള നിരവധി ആവശ്യങ്ങൾ പല കുടുംബത്തിന്റെ ഭാഗത്ത് ഉയർന്നിരുന്നു. ഇതിനായി പിന്നീട് റിയാദിൽ നിയമസഹായ സമിതിക്ക് രൂപം നൽകി. എല്ലാ വിഭാഗം ആളുകളെയും, എല്ലാ രാഷ്ട്രീയ ജാതി മതത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ച് ഒരുമിച്ചാണ് ഒരു ദൗത്യം റഹീം നിയമസഹായ സമിതിക്ക് രൂപം നൽകിയത്. പിന്നീട് ഇതിനു വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങളായി. ഈ മരിച്ച അനസ് അൽ ഷഹീറിന്റെ കുടുംബത്തോട് ഇവിടെയുള്ള ആളുകൾ, നിയമ വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ നിരന്തരമായി സംസാരിച്ചു. അതിനുശേഷം ഇന്ത്യൻ എംബസിയുടെ വലിയ സഹായം ഇക്കാര്യത്തിൽ ലഭ്യമാവുകയും ചെയ്തു എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. പിന്നീട് അനസ് അൽ ഷഹീറിന്റെ കുടുംബം ഈ മോചനത്തിന് സമ്മതിച്ചു, അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കാൻ സമ്മതിച്ചു. ദിയാദനം കൈപ്പറ്റിക്കൊണ്ട് വധശിക്ഷയിൽ നിന്ന് മോചനം നൽകാൻ, അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ അനസ് അൽ ഷഹീറിന്റെ കുടുംബം സമ്മതിച്ചു ഒടുവിൽ. പക്ഷേ ദിയാദനമായി ആവശ്യപ്പെട്ടത് 1.5 മില്യൺ റിയാലാണ്. അതായത് ഏതാണ്ട് 34 കോടി രൂപയോളമാണ് അന്നത്തെ വിനിമയ നിരക്ക്. ഇത് സ്വരൂപിക്കുക വലിയ ഒരു ദൗത്യമാണ്, അസാധ്യമായ ദൗത്യം എന്ന് തന്നെയാണ് തുടക്കത്തിൽ നിയമസഹായ സമിതിയൊക്കെ എല്ലാ ആളുകളും കരുതിയിരുന്നത്. കാരണം 34 കോടി രൂപ സ്വരൂപിക്കുക എന്നത് റഹീമിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒട്ടും സാധ്യമല്ല. വളരെ നിർത്തനമായ
ഒരു കുടുംബമാണ്. മാത്രവുമല്ല വലിയ സാമ്പത്തിക പരാധീനതയിൽ കഴിയുന്ന ആളുകളൊക്കെ തന്നെയാണ്. എല്ലാവരും പ്രവാസി മലയാളികളാണെങ്കിൽ ഒക്കെ തന്നെയും വലിയ പ്രയാസത്തിലാണ്. പക്ഷെ ഈ പണം സ്വരൂപിക്കുക എന്ന് വലിയൊരു ദൗത്യമായി, അല്ലെങ്കിൽ ഇത് എങ്ങനെയും സ്വരൂപിക്കും, തന്റെ സഹോദരനെ, തങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു മറ്റൊരു മലയാളിയെ സഹായിക്കാൻ എങ്ങനെയെങ്കിലും ഈ പണം കണ്ടെത്തുക എന്നത് തന്നെയാണ് നിയമസഹായ സമിതി തീരുമാനിച്ചത്. അനസ് അൽ ഷൈരിയുടെ കുടുംബത്തിന് ദിയാദനം നൽകാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് കേരളം കണ്ടത്, അല്ലെങ്കിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ കണ്ടത്, ഈ അസാധാരണമായ അല്ലെങ്കിൽ ഇതുവരെ ചരിത്രത്തിലില്ലാത്ത വലിയ ഒരു ദൗത്യത്തിനാണ്. 34 കോടി രൂപ സ്വരൂപിക്കുക. സർക്കാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും ബിസിനസ്സുകാരും പാവപ്പെട്ട ഏതൊരു തലത്തിലുള്ള ആളുകളാണെങ്കിലും സമൂഹത്തിന്റെ ഏറ്റവും താഴെ മുകളിൽ നിന്ന് അങ്ങേയറ്റത്തുള്ള ആളുകൾ വരെ ഈ ദൗത്യത്തിൽ ഒരു മനസ്സോടെ 1 രൂപയെങ്കിൽ 1 രൂപ എന്ന തരത്തിലേക്ക് ഈ റഹീമിന് വേണ്ടി തങ്ങളുടെ സഹോദരനെ ഈ ഇത്തരത്തിൽ ഒരു വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി സഹായങ്ങൾ നൽകി. വളരെ ശരി കുറഞ്ഞ ജമാൽ.